എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നെ മാതാവിനോട് 1000 നന്ദി പറയുകയാണ്. കാരണം മാതാവ് ലൈവിലൂടെ, മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിലൂടെ ആരൊക്കെ ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുക്കുന്നു ആ വ്യക്തികളെല്ലാവരെയും, ആ മക്കളെ എല്ലാവരുടെയും കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാണെങ്കിലും ആ പ്രശ്നങ്ങളിലൊക്കെ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങൾ ലൈവിൽ പങ്കെടുത്താൽ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ എത്ര വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മകനും മകളും ആയിക്കോട്ടെ, എത്ര വലിയ പ്രശ്നമാണെങ്കിലും ആ പ്രശ്നങ്ങളിലൊക്കെ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാവും. അതീവ ഭക്തിയോടുകൂടെ തന്നെ നിങ്ങൾ ലൈവിൽ പങ്കുചേരുക. ലൈവിൽ പങ്കുചേരുന്നത് നിങ്ങൾ ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ലൈവിൽ പങ്കുചേർന്നിട്ടുണ്ടെങ്കിൽ എത്ര വലിയ പ്രശ്നമാണെങ്കിലും അത് മാറിപ്പോകുന്നതാണ്. കാരണം അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്, അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന ലൈവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരിട്ടാണ് അമ്മ മാതാവിനോട് നിങ്ങൾ ആ ലൈവിൽ സമർപ്പിക്കുന്നത്. നിങ്ങളുടെ എന്ത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം തന്നെ അമ്മ മാതാവ് എടുത്തു നീക്കുന്നതാണ്. അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവുന്നതാണ്. എത്ര വലിയ പ്രശ്നങ്ങളായിക്കോട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ ലൈവിൽ അധികം ഭക്തിയോടുകൂടെ തന്നെ ലൈവിൽ പങ്കുചേരുക. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ നേരിട്ടാണ് അമ്മ മാതാവിനോട് നേരിട്ടാണ് സമർപ്പിക്കുന്നത്. ചാനലിൽ കയറി ജോയിൻ ചെയ്ത് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ ലൈവിൽ എല്ലാ ദിവസവും വൈകിട്ട് 7:30 ലൈവ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ലൈവിൽ അധികം ഭക്തിയോടുകൂടെ തന്നെ പങ്കുചേർന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ അതെല്ലാം നിങ്ങൾ അമ്മ മാതാവിനോട് നേരിട്ട് സമർപ്പിക്കുക. അനേകം വ്യക്തികളുടെ കാര്യത്തിലാണ് അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. എല്ലാവരും ആരൊക്കെ ജോയിൻ ചെയ്യുന്നോ അവരുടെ എല്ലാവരുടെയും കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ലൈവിൽ പങ്കെടുക്കുന്നത്. അവരുടെ എല്ലാവരുടെയും കാര്യത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ജപ്തി വക്കിൽ നിൽക്കുന്നവർ, അസുഖം ബാധിച്ചവർ, ജോലിയില്ലാത്തവർ, പലതരത്തിലുള്ള ആൾക്കാർ, ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർ, എല്ലാവരുടെയും കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്നതാണ് ജോയിൻ ചെയ്ത് നിങ്ങൾ ലൈവിൽ പങ്കുചേരുക. കാരണം അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്. അതുപോലെ തന്നെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന ലൈവാണ്. അമ്മ മാതാവിനോട് ചേർന്ന് നിൽക്കുക. അമ്മ മാതാവ് ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുക്കുന്നവർക്ക് നൽകിയിരിക്കുന്ന 3 പ്രോമിസ് ഉണ്ട്, 3 കാര്യങ്ങളുണ്ട്. പ്രോമിസ് ചെയ്ത് തന്നതാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്ന 3 പ്രോമിസാണ്. ആരൊക്കെ ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുക്കുന്നോ അവർക്ക് ഈ 3 പ്രോമിസ് സാധിച്ചു കിട്ടുന്നതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദീർഘായുസ് ഉണ്ടാവുകയും അതുപോലെ തന്നെ സന്തോഷവും സമാധാനവും കുടുംബത്തിലുണ്ടാവുകയും സാമ്പത്തികപരമായിട്ടുള്ള വളർച്ച ഉണ്ടാവുകയും അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രോമിസാണ്, അതായത് നിങ്ങൾക്ക് ഒരപകടവും കൂടാതെ അമ്മ മാതാവ് നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും, നിങ്ങളെ സുരക്ഷിതരാക്കുകയും ചെയ്യും. അമ്മയുടെ സംരക്ഷണ വലയത്തിൽ നിങ്ങളെ ചേർത്ത് പിടിക്കും. ഈ 3 പ്രോമിസ് ലഭിക്കുന്നത് നിങ്ങൾ ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുക്കുമ്പോഴാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുക്കുക. അമ്മ മാതാവിനോട് നിങ്ങൾ ചേർന്ന് നിൽക്കുക. അമ്മ മാതാവിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവുന്നതാണ്, ഞാൻ ഉറപ്പ് പറയുന്നു. അതുപോലെ തന്നെ ഇതൊരു പ്രത്യേക പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളും, മുഴുവൻ മക്കളും തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുത്ത് അമ്മ മാതാവിനോട് ചേർന്ന് നിൽക്കുക. അമ്മ മാതാവ് നൽകിയിരിക്കുന്ന പ്രോമിസിൽ നിങ്ങൾ നിൽക്കുക. തീർച്ചയായിട്ടും അമ്മ മാതാവിൻ്റെ ഇടപെടൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും മേലെ ഉണ്ടായിക്കൊണ്ട് നിങ്ങളുടെ എത്ര വലിയ പ്രശ്നമാണെങ്കിലും അതെല്ലാം മാറിപ്പോകുന്നതാണ്. അമ്മ മാതാവിൻ്റെ ഇടപെടൽ എല്ലാവരുടെയും കാര്യത്തിൽ ഉണ്ടാവുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. ഈ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് പോലും ഒരുപാട് ആൾക്കാരെ, ഒരുപാട് വ്യക്തികളെ ഇങ്ങനെ അമ്മ മാതാവ് കാണിച്ചു തരുവാണ്. ലൈവിലൂടെ ഇങ്ങനെ ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ ഇങ്ങനെ കാണിച്ചു തരുവാണ്. കാരണം അവരെല്ലാവരും അമ്മയുടെ പ്രോമിസിലാണുള്ളത്. അപ്പം തീർച്ചയായിട്ടും അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. നിങ്ങൾ എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ ആ പ്രശ്നങ്ങളിലൊക്കെ നിങ്ങൾ കടന്നു പോകുമ്പോൾ അമ്മ മാതാവിനോട് നിങ്ങൾ ചേർന്ന് നിന്ന് നോക്കി, അമ്മ മാതാവ് നിങ്ങളെ വിടുവിക്കുന്നതാണ്. ഇതൊരു പ്രത്യേക പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ അധിക ഭക്തിയോടുകൂടെ തന്നെ പങ്കുചേരുകയും ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങൾ ജോയിൻ ചെയ്യുകയും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെയാണെങ്കിലും ആവശ്യം നിങ്ങൾ കമൻ്റായിട്ട് ഇടുകയും ചെയ്യാം. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളെയും അമ്മയുടെ പക്കലേക്ക് ചേർക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, ഈ മക്കളെ എല്ലാവരെയും അമ്മയുടെ പ്രോമിസിൽ അമ്മ ചേർക്കണമേ. അമ്മേ മാതാവേ, ഈ മക്കളെ എല്ലാവരെയും, ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന മുഴുവൻ മക്കളെയും ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് അവർ അമ്മ മാതാവിൻ്റെ ലൈവിൽ അമ്മയോട് എല്ലാ കാര്യങ്ങളും നേരിട്ട്
തുറന്നു പറയുവാനുള്ള സാഹചര്യം ഒരുക്കണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഈ മക്കളെയും കൂടെ പ്രോമിസിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ ജീവിതം സുരക്ഷിതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതേലും മക്കൾ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അവർ തീർച്ചയായിട്ടും അമ്മയെ ജോയിൻ ചെയ്തുകൊണ്ട് ലൈവിൽ പങ്കെടുക്കുന്നതാണ് അമ്മേ മാതാവേ. അതുപോലെ തന്നെ കടബാധ്യതയാൽ ഈ ഏതെങ്കിലും മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ്, അവരുടെ കടബാധ്യതയൊക്കെ മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഏതെങ്കിലും തരത്തിലുള്ള ജപ്തി വക്കിൽ നിൽക്കുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കൊണ്ട് അവരുടെ കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ജോലി സംബന്ധമായ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ്, അവർക്ക് നല്ലൊരു ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, ആ ജോലി സ്ഥലങ്ങളിൽ അവർക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യുവാനും ഉയർന്ന രീതിയിലുള്ള ശമ്പളത്തോടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അമ്മ ഇവരെല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളുടെയും കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവുന്നുണ്ട്. എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും എത്ര കാലങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളെയും അമ്മയുടെ ഇടപെടൽ മൂലം അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും മക്കൾക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, എക്സാം എഴുതുവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അമ്മേ മാതാവ്, അവരുടെ എല്ലാവരുടെയും കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് ഇവരെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ. ഇവരുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും മാറ്റണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ വിവാഹം നടക്കാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ്, അവരുടെ വിവാഹം നടക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. നല്ലൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ മക്കളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ്, അവർക്ക് മക്കളുണ്ടാകുവാനും നല്ലൊരു കുടുംബത്തോടു കൂടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും സ്വത്ത് തർക്കത്തിൻ്റെ രീതിയിലും ഏതെങ്കിലും കുടുംബത്തിലെ അംഗങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, ആ മക്കളുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അവരെ അത്തരത്തിലുള്ള ചിന്തകളിൽ നിന്ന് അവരെ വിടുവിക്കണമേ അമ്മേ മാതാവേ. ഏതെങ്കിലും മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ കുടുംബത്തിലെ പൈശാചികപരമായിട്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനെ അമ്മയിലേക്ക് സമർപ്പിക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് അത്തരം പൈശാചികപരമായിട്ടുള്ള ബന്ധനങ്ങൾ അവരുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകട്ടെ അമ്മേ മാതാവേ. അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയണം അമ്മേ മാതാവേ. രോഗാവസ്ഥയിലൂടെ കഴിയുന്ന ഏതെങ്കിലും മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ രോഗാവസ്ഥകളൊക്കെ മാറിക്കൊണ്ട് നല്ല രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. പൂർണ്ണ ആരോഗ്യത്തോടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അമ്മ ഇവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയാണ്. ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ആ മക്കളെല്ലാവരുടെയും കാര്യത്തിൽ അമ്മയുടെ വിടുതലുണ്ടാവുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മേ മാതാവ്, ഈ മക്കളെല്ലാം അമ്മയോട് ചേർന്ന് നിൽക്കുന്നതാണ് അമ്മേ മാതാവ്. ഇവരുടെ ഏത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം അമ്മ മാതാവിനോട് നേരിട്ട് ലൈവിലൂടെ ഇവരെല്ലാവരും സമർപ്പിക്കുന്നതാണ് അമ്മേ മാതാവ്. അമ്മ ഇവരുടെ എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെട്ടതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ് അമ്മേ മാതാവ്. നന്ദി അമ്മേ.